Wishing a good day to you all. Welcome to Eduport CUT. Myself, Hamza Dilbaneke. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി CUT എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ചോദിച്ചൊരു കാര്യമാണ് സാറേ ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു PDF പല ഗ്രൂപ്പുകളായിട്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾ ഓൾറെഡി CUTക്ക് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതിയ ഫീസൊക്കെ അടച്ച കുട്ടികളാണ്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്യണോ? എങ്ങനെയാണ് ഓരോരോ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക? തുടങ്ങിയ ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റുഡൻസിനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60% കുട്ടികൾക്കും കംപ്ലീറ്റ്ലി ഓറിയൻറ്റഡ് അല്ല. എങ്ങനെയാണ് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ കോളേജിലും അഡ്മിഷൻ കിട്ടേണ്ടത്, എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അവബോധം ഓറിയൻറ്റേഷൻ ഇല്ല. പക്ഷേ ഒരു 40 to 30 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി അവർക്കറിയാം എനിക്ക് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സിന് കിട്ടണം, സോ ഞാൻ അതിന് ഇത്ര മാർക്ക് വാങ്ങണം, ഈവൻ കട്ട് ഓഫ് ആവട്ടെ, ഏത് കോളേജ് ഏത് യൂണിവേഴ്സിറ്റി അതിന് എങ്ങനെ അഡ്മിഷൻ കിട്ടണം, ഫുൾ കാര്യം അവർക്ക് ഓൾറെഡി അറിയാം. സോ അവരെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. അവരെ കാണുമ്പോൾ തന്നെ നല്ല അഭിമാനമുണ്ട്. കാരണം അവർ ഓൾറെഡി അവരുടെ എയിം ഒക്കെ സെറ്റാണ്, അവർക്കറിയാം എന്താണെന്നുള്ളത്. സോ അവരെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമില്ല. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. എന്തുകൊണ്ട് ഡൽഹി എന്നുള്ളൊരു ചോദ്യം പല കുട്ടികളും ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പം അറിയാം അല്ലേ, SSLC എക്സാം കഴിഞ്ഞ് +1 റിസൾട്ട് അല്ലേ, +1ൻ്റെ അഡ്മിഷനിൽ 1,00,000 കുട്ടികൾക്ക് ഇപ്പോഴും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അതിൽ തന്നെ നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ഫുൾ A+ നേടിയ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇതുവരെ അഡ്മിഷൻ ലഭിച്ചിട്ട് പോലില്ല. എന്തുകൊണ്ട് അങ്ങനെ? കാരണം ഇവിടുത്തെ കോളേജസിൻ്റെയും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും സീറ്റുകൾ കുറവ്. അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പഠിക്കാൻ ഇവിടെയുണ്ട്. ഇനി അതേപോലെ തന്നെ +2 കഴിയുന്നത് 4.5 ലക്ഷം കുട്ടികളാണ്. അതിലെ ബഹുഭൂരിഭാഗം കുട്ടികളും ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല. ബഹുഭൂരിഭാഗം കുട്ടികൾക്കും ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല, ഷുവറാണ്, ഉറപ്പാണ്. പക്ഷേ ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ ക്യാപിറ്റലാണ് ഡൽഹി. ആ ഡൽഹിയിലുള്ള തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത്. NIRF റാങ്കിങ്ങിലൊക്കെ ടോപ്പ് ലെവലുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അത്രയധികം കോളേജസുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഈ കോളേജുകളിലൊക്കെ ഒരുപാട് സീറ്റുകളുണ്ട്, അത്രയും അധികം സീറ്റുകളുണ്ട്. ഈവൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചില യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മൊത്തമുള്ള സീറ്റ് തന്നെ ഒരു കോളേജിൽ തന്നെ എന്തുണ്ടാകും, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്. അത്രയും അധികം സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള വിവിധ നാടുകളിൽ നിന്നുള്ള കുട്ടികൾ ഈ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമായിട്ട് എയിം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ആ സിറ്റിയിൽ പഠിക്കുമ്പം അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാകും, നല്ല എക്സ്പോഷർ ഉണ്ടാകും, നിങ്ങളുടെ ലാംഗ്വേജസ് ഒക്കെ നല്ല അടിപൊളിയാകും, നല്ല കണക്ടിവിറ്റി കിട്ടും. ഈ ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ പഠിക്കുമ്പോൾ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അക്കാദമിക്കലി ഒന്നും അടിപൊളിയായിരിക്കില്ല, നമ്പർ 1 ടോപ്പ് റാങ്ക് കിട്ടിയ കുട്ടികളൊന്നായിരിക്കില്ല. പക്ഷേ അവർ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ടീം ബിൽഡ് ചെയ്തെടുക്കും. ഈവനിങ് രാവിലെ ചായ കുടിക്കാനും വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ പോയിട്ട് അവരൊരു ടീം ബിൽഡ് ചെയ്തെടുക്കും. അവർ ഈ കോളേജ് കഴിയുമ്പോഴേക്കും തന്നെ അവർ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടാവും. ഇന്ന സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങാം. സോ അവരത് കഴിഞ്ഞ് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി അവരെന്ത് ചെയ്യും, അവർ ആ ഒരു ഫീൽഡിൽ എന്ത് ചെയ്യും, എക്സ്പെർട്ടൈസ്ഡ് ആകും. സോ അക്കാദമിക്സ് മാത്രമല്ല, നിങ്ങളുടെ കണക്ഷൻസ്, അലുമിനീസ്, ദെൻ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇത്തരത്തിലുള്ള നല്ല നല്ല കോളേജസിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, കിട്ടും. ഇനി ജസ്റ്റ് ഒന്നും വേണം, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നോട്ടബിൾ അലുമിനീസ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷാറുഖ് ഖാൻ മുതൽ അരുൺ ജെയ്റ്റ്ലി, ദെൻ ഇന്ത്യയിലുള്ള ടോപ്പ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആവട്ടെ, ജുഡീഷ്യറി ടീമിലുള്ളവരാവട്ടെ, ആക്ടേഴ്സ് ആവട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, ദെൻ എന്താ പറയുക, എൻ്റർപ്രണേഴ്സ് ആവട്ടെ, എക്കണോമിസ്റ്റുകളാവട്ടെ, ഇവരൊക്കെ DUയുടെ പ്രൊഡക്റ്റുകളാണ്. സോ DUയുടെ ഒരു ക്യാമ്പസ് ടൂർ പോലെ നമുക്ക് പോകാം. ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ അക്കാദമിക് സെറ്റപ്പ് ഉള്ളതാണ് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി. അവിടെ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളേജസുകളുണ്ട്. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസിനായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സുകളാണ്. സയൻസിന് IITയും ദെൻ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കോളേജുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കഴിഞ്ഞാൽ കോളേജസ് വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ DU ആണ് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്. DUവിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കൊമേഴ്സ് ഫീൽഡിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആണ് SRCC, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കോളേജാണ്. ഈ ഒരു കോളേജിലാണ് കൊമേഴ്സ് പഠിക്കുന്നത്. 1926 വന്നൊരു കോളേജാണ്. ഈ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ താല്പര്യപ്പെടുന്നത്. എന്തിന്? ഈ ഒരു കോളേജ് പഠിച്ചിറങ്ങിയ ഉറപ്പാ മക്കളെ നമ്മൾ അടിപൊളി ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആകും. അത്രയും നല്ലൊരു അക്കാദമിക് എക്സ്പോഷർ എന്ത് ചെയ്യും നമുക്ക് കിട്ടും. ഈ ഒരു കോളേജിന് ജസ്റ്റ് ക്യാമ്പസ് കാണിക്കുന്നത്, പക്ഷേ ക്യാമ്പസിനപ്പുറം നിങ്ങൾ ഇവിടുത്തെ അലുമിനീസിനെ കണ്ടാൽ തന്നെ അവിടെ നിങ്ങൾ വീണുപോകും. അരുൺ ജെയ്റ്റ്ലി, ഒരുപാട് മിനിസ്റ്റേഴ്സ്, MPs, ഗവർണേഴ്സ്, സുപ്രീം കോടതി ജഡ്ജസ്, മാക്സ് ഇന്ത്യ ഫാഷൻ്റെ ഫൗണ്ടർ, ദെൻ മലാവി പ്രസിഡന്റ് ആയിട്ടുള്ള ബിങ്കുവ മത്തൂരിക, ദെൻ എക്കണോമിക്സ് അല്ല സഞ്ജീവ് സഞ്ജയിൽ ഒരുപാട് ബിസിനസ് സ്റ്റോക്സുകളും എക്കണോമിക് സ്റ്റോക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദെൻ ആഷ്നു ജെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറാണ്. ശിവകര ഓഥറും ദെൻ മോട്ടിവേഷൻ സ്പീക്കറാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ അലുമിനീസ് നമ്മുടെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് SRCC നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. ഇവിടെ ആകെ നമുക്ക് പറയുകയാണെങ്കിൽ ഹോണേഴ്സ് ആയിട്ടുള്ള എക്കണോമിക്സും കൊമേഴ്സും മാത്രമേ ഉള്ളൂ. അതിനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൂടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ദേ ആർ പെർഫെക്റ്റ്.
അവിടെ ഫസ്റ്റ് ചോയ്സ് തന്നെയാണ്. ഈ SRCCയുടെ സ്റ്റുഡൻസ് വിങ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി എക്സ്പോഷറാണ്. അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിയൻസും കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഡിബേറ്റ് ടീമുണ്ട്, അതുപോലെ തന്നെ ഡ്രാമ ടീമുണ്ട്, SRCC സ്റ്റുഡൻസ് യൂണിയൻ. അവിടെ കണ്ടമാനം നമുക്ക് പറയുന്നത് വെച്ചാൽ അത്രയും അധികം ഉണ്ട്. പക്ഷേ അതൊക്കെ വേർത്തിയാണ്. ഓരോ ടീമിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ അത്രയും അടിപൊളിയായിരിക്കും. അതായത് അവർ കോളേജിൽ നിന്ന് അക്കാദമിക്സ് മാത്രമല്ല പഠിക്കാം, കംപ്ലീറ്റ് എല്ലാം അവർക്ക് കിട്ടും. അവരുടെ ലാംഗ്വേജ്, അവരുടെ ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു ടീം മാനേജ് ചെയ്യാനും ഒരു ടീമിനെ വെച്ചിട്ട് എന്ത് ചെയ്യാനും അവരെ കൊണ്ട് പറ്റും. ആ രീതിയിൽ കുട്ടികളെ മൗൾഡ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യും, ഈ ഒരു കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറിനും ആംബിയൻസും എക്സ്പോഷറും എന്ത് ചെയ്യും, കുട്ടികളെ മാറ്റിയെടുത്തിരിക്കും. രണ്ടാമത് കൂടുതൽ കുട്ടികളും ചൂസ് ചെയ്യുന്ന ഒരു കോളേജാണ് ഹിന്ദു കോളേജ്, അല്ലെങ്കിൽ NSS കോളേജ് എന്ന് പറയും. കണ്ടില്ലേ, ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ മതി ഹിന്ദു കോളേജാണ്. ഈ ഹിന്ദു കോളേജിൻ്റെ ഇംതിയാസ് അലി ആവട്ടെ, അർജുൻ രംപാൽ ആവട്ടെ, രേഖ ബജോദ് ആവട്ടെ, ഗൗതം ഗംഭീർ, ഇവരൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഒരുപാട് വർഷം മുന്നേ പഠിച്ചിറങ്ങിയ ഒരുപാട് നോട്ടബിൾ അലുമിനീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഓരോ കോളേജസിൻ്റെ നോട്ടബിൾ അലുമിനീസ്. അപ്പം അത്രയും അടിപൊളി അലുമിനീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. ഇവിടെ എല്ലാ ടൈപ്പ്, ഇപ്പം നേരത്തെ പറഞ്ഞ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് പോലെയല്ല, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് കോഴ്സസും അവൈലബിൾ ആണ്. കൊമേഴ്സും ആർട്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, അതിലെല്ലാം നമുക്കുണ്ട്. സോ ജസ്റ്റ് ഞാൻ അവിടെ തന്നു മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സും സോഷ്യോളജിക്കും ഒക്കെ സെപ്പറേറ്റ്, ഫിലോസഫിക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷർ എന്ത് ചെയ്യും, ഈ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ്, കൊമേഴ്സിന് ലേഡീസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ലേഡി SRCC ആണ്. ശ്രീറാം കോളേജിൻ്റെ ലേഡി ശ്രീറാം കോളേജ്. സോ ഓങ് യാങ് സൂച്ചി ആവട്ടെ, അതുപോലെ തന്നെ അഞ്ജലി ഗോപാലനൊക്കെ, രാശി ഖന്ന, ഇവരൊക്കെ ഇവിടെ പഠിച്ചാണ്. നോട്ടബിളായിട്ട് ഒരുപാട് ആക്ട്രസ്സുകൾ ഈ ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ഒക്കെ, നിധി റസാൻ, മേനകാ ഗാന്ധി, ഇവരൊക്കെ പഠിച്ചത് നമ്മുടെ ലേഡി ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിലാണ്. ഇവിടെയും ഒരുപാട് സയൻസ് കൊമേഴ്സ് ഫീൽഡിലുള്ള കോഴ്സാണ് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് പഠിക്കുന്നത് ഹൻസരാജ് കോളേജാണ്. ഹൻസരാജ് കോളേജും അത്യാവശ്യം വളരെ ഫേമസ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ കുട്ടികളും ഹിന്ദു കോളേജ് പോലെ തന്നെ കുട്ടികൾ ചൂസ് ചെയ്യുന്ന മറ്റൊരു കോളേജാണ് ഹൻസരാജ് കോളേജ്. ഇവിടുത്തെ അലുമിനീസിനെ പറയുന്നതിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ആർട്സും കൊമേഴ്സും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സയൻസ് ഫീൽഡിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഷാറൂഖ് ഖാൻ അടക്കമുള്ള ഒരുപാട് മഹതീയ വ്യക്തിത്വങ്ങൾ ഇവിടെയാണ് പഠിച്ചത്. ജിൻഡൽ സ്റ്റീൽസിൻ്റെ ചെയർമാൻ, ടിബറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, PMOയുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അഡ്വൈസറായിരുന്നു രാമദൊറൈ, അതുപോലെ തന്നെ KPMG, നമ്മുടെ CA, CMA, CS ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അവരെപ്പോഴും അംബീഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന ഒരു ഫേമാണ്. ഇന്ത്യയിലെ ബിഗ് 4 അക്കൗണ്ടിങ് ഫേമിൽ പെട്ടതാണ് KPMG. അതിൻ്റെ CEO ഇവരൊക്കെ ഈ ഒരു കോളേജിൽ പഠിച്ചതാണ്. സോ അതിൻ്റെ അലുമിനംസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കോളേജ് യെസ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റണം. സോ അത്തരത്തിൽ എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഒരുപാട് കോളേജ് ഉണ്ട്. തന്നെ രാംജാസ് കോളേജ്, ഇതും ഡൽഹിയിലെ ടോപ്പ്. ഇതൊക്കെ നോർത്ത് ക്യാമ്പസ് ആണ്, അഥവാ ഡൽഹിയിലെ നോർത്ത് ക്യാമ്പസ് ആണ് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നത്. പിന്നെ സൗത്ത് ക്യാമ്പസ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. അതിലെ കൂടുതലും നോർത്ത് ക്യാമ്പസ് ആണ്. നോർത്ത് ക്യാമ്പസ് ആണ് നമ്പർ 1 ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. ആ ക്യാമ്പസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 98% എബോവ് ഒക്കെ കട്ട് ഓഫ് മാർക്ക് വേണം. അത്രയും സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും കൺജസ്റ്റഡ് ആണ് അവർക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അല്ലാത്ത ഒട്ടനവധി കോളേജുകളുണ്ട്. അതിലെ ടോപ്പ് ലെവലിലുള്ള താഴെ സെക്കൻഡ് ഗ്രേഡ് വരുന്ന കോളേജുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്മിഷൻ കിട്ടും. സോ അവിടെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരിക്കലും വിഷമിക്കേണ്ട. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള രീതിയിലുള്ള ക്യാമ്പസ് എക്സ്പോഷർ എന്ത് ചെയ്യും, നമുക്ക് മറ്റു കോളേജുകൾ എന്ത് ചെയ്യും, നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. രാംജാസ് കോളേജും ഇതേപോലെ തന്നെ മനോജ് ബാജ്പേയെ പോലെ തന്നെ, ശേഖർ സുമാറിനെ പോലെ ഒരുപാട് നല്ല നല്ല അലുമിനസ് വന്നിട്ടുള്ളൊരു കോളേജാണ്. സോ അവിടെയും എല്ലാ ടൈപ്പ് ഓഫ് ആർട്സും കൊമേഴ്സും സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെ ഇല്ല, സയൻസിൻ്റെ എന്ത് ചെയ്യും കൂടുതലായിട്ട് എന്തുണ്ട് ഇവിടെ കോഴ്സസ് അവൈലബിൾ ആണ്. സെൻറ്റ് സ്റ്റീഫൻ കോളേജ് നമ്പർ 1 കോളേജ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോളേജാണ് സെൻറ്റ് സ്റ്റീഫൻ കോളേജ്. അവിടുത്തെ അലുമിനീസ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും മെയിനായിട്ട് പറയുന്നത്. രാഹുൽ ഗാന്ധി അടക്കം, മണിശങ്കർ അയ്യർ, ശശി തരൂർ, കൊൺകണ സെൻ ശർമ്മ, ശങ്കിത ദാസ്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ ഫോമർ ആയിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു. നൂറുദ്ദീൻ അഹമ്മദ്, സലീം അഹമ്മദ്, ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് തൻസാനിയ. നൂറുദ്ദീൻ അഹമ്മദ് പറയുന്നത് ബാരിസ്റ്റർ ആയിരുന്നു. ലോ, പൊളിറ്റിക്കൽ മേഖലയിലൊക്കെ ഒരുപാട് പേര് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എസ് ജയശങ്കർ. നിങ്ങൾ ഇന്ത്യയെ വേൾഡ് ലെവൽ, ഇപ്പം കഴിഞ്ഞ ഈ ഒരു നരേന്ദ്രമോദി കാലഘട്ടത്തിൽ ഇന്ത്യയെ വേൾഡ് ലെവലിൽ അറിയിച്ചിട്ടൊരു വ്യക്തിയാണ് എസ് ജയശങ്കർ. ഇന്ത്യയുടെ എക്കണോമിക്സ് ഫീൽഡുമായി ബന്ധപ്പെട്ട് ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. ഇന്ത്യയെ ഒരുപാട് ഇൻ്റർനാഷണൽ ഡിബേറ്റുകൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. സോ അദ്ദേഹത്തിൻ്റെ വാർത്താപരമായി ന്യൂസ് ചാനലുകളിൽ അദ്ദേഹത്തെ കാണാത്തവരായിട്ടോ അല്ലെങ്കിൽ പല പല യൂട്യൂബ് വീഡിയോസിലോ ഷോർട്സുകളിലോ ഒന്നും അദ്ദേഹത്തെ കാണാത്തതായിട്ട് ആരും ഉണ്ടാവുകയില്ല. സോ അത്രയും ടോപ്പായിട്ട് ഇപ്പോൾ കൊമേഴ്സ് ആർട്സ് ഫീൽഡിൽ ഇതൊക്കെയാണുള്ളത്. സയൻസും എല്ലാത്തിനും ഉണ്ട്. സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ ഒരുപാട് കോഴ്സ് അവൈലബിൾ ആണ്. മിറിൻഡ ഹൗസും ഇതേപോലെ കൊമേഴ്സിന് അധികം കോഴ്സസ് ഒന്നും ഇല്ലെങ്കിലും സയൻസ് പരമായിട്ടും ആർട്സ് പരമായിട്ടും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നതാണ്. വൃന്ദ കാരാട്ടാവട്ടെ, ഷീല ദീക്ഷിത് ഡൽഹിയിലെ, നന്ദിത ദാസ്, മല്ലിക ശർവാത്തി, ഇവരൊക്കെ മിറിൻഡ ഹൗസിൻ്റെ
മിറന്ത ഹൗസിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അത്യാവശ്യം നല്ല ലെവൽ ഓഫ് കോളേജാണ്. എല്ലാ ടൈപ്പ് BA പ്രോഗ്രാംസ് ആവട്ടെ, സയൻസ് ആവട്ടെ, കൊമേഴ്സ് ഇല്ല, സയൻസ് ആവട്ടെ പ്രോഗ്രാംസ് ഒക്കെ എന്തുണ്ട് നമ്മുടെ ഈ കോളേജസിൽ അവൈലബിൾ ആണ്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വേറെയും കോളേജസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ആത്മറാം സന്താധം കോളേജ്, ഇതൊക്കെ പുതുതായിട്ട് വന്നതല്ല, ലെവൽ NIRFൻ്റെ റാങ്കിങ്ങിൽ ടോപ്പിലേക്ക് വന്നിട്ടുള്ള കോളേജുകളാണ്. മറ്റേതൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ഇവരാണ് ടോപ്പ് 10 എപ്പോഴും ലിസ്റ്റ് ചെയ്തെടുക്കുന്ന കോളേജ്. അതാണ് ഞാൻ ആ ഒരു കോളേജുകളുടെ പേര് ആദ്യമേ പറഞ്ഞെന്നുള്ളത്. ദെൻ ഹൻസരാജ് പറഞ്ഞു, ശ്രീ വെങ്കടേശ്വര കോളേജ് വരുന്നുണ്ട്, കിറോറിമാർ കോളേജ് വരുന്നുണ്ട്, ദേശബന്ധു കോളേജ്, ആചാര്യ നരേന്ദ്രദേവ് കോളേജ്, ലേഡി ഇർവിൻ കോളേജ്, ദെൻ മറ്റൊരു കോളേജിന് ജീസസ് മേരി കോളേജ്, കമലാ നെഹ്റു കോളേജ്. ഇതൊക്കെ ടോപ്പ് ലെവലിലുള്ള കോളേജുകളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം 10 ടോപ്പ് ലെവലിലുള്ള കോളേജുകൾ ഏതൊക്കെ എന്നുള്ളത്. ഇതൊക്കെ NIRFൻ്റെ റാങ്കിങ്ങിൽ ഇങ്ങനെ വരുന്ന ഓരോരോ കോളേജുകളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് മിക്ക NIRFൻ്റെ റാങ്കിങ്ങിലെ ടോപ്പ് കോളേജൊക്കെ മിക്കതും ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. അഥവാ ആദ്യമായിട്ട് നിങ്ങൾ ഏത് കോളേജിൽ പോകണം. സോ നിങ്ങളിങ്ങനെ അഡ്മിഷൻ കൊടുക്കണമല്ലോ. CUETക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റിക്ക് ഇൻഡിവിജ്വൽ അപ്ലിക്കേഷൻ കൊടുക്കണം. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യണം. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. അവിടെയാണ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. സോ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം കോളേജസിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഐഡിയ വേണം. ഏതൊക്കെ കോളേജ് വേണം, കൊമേഴ്സിന് ഏതൊക്കെ, സയൻസിന് ഏതൊക്കെ, ഹ്യൂമാനിറ്റീസിന് ഏതൊക്കെ. സോ നിങ്ങൾ ആ കോളേജിന് എന്ത് ചെയ്യണം, വ്യക്തമായിട്ടും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ലിസ്റ്റ് കൊടുക്കാം. ആദ്യം എനിക്ക് ഈ കോളേജ്, പിന്നെ ഇത്, അങ്ങനെ ആ ലിസ്റ്റിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ കോളേജിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ നോക്കുക. ഗൂഗിൾ നോക്കിയാൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഈവൻ ലൊക്കേഷൻ വരെ എന്ത് ചെയ്യും, അത്യാവശ്യം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പ്രത്യേകിച്ച് നോർത്ത് ക്യാമ്പസിൽ പോകുമ്പം അവിടുത്തെ പഠനവും അക്കാദമിക്കൊക്കെ അടിപൊളിയാണെങ്കിൽ പോലും അവിടെ പൊളിറ്റിക്കലി കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ചില മലയാളി കുട്ടികൾ അവിടെ പോയി പഠിക്കാൻ ഭയങ്കര പേടിയാണ്. സോ അത് എന്താ വെച്ചാൽ അത് ആ രീതിയിലാണ്. സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ ജാക്കിർ ഹുസൈൻ കോളേജ് അത്ര അടിപൊളി കോളേജ് ഒന്നുമല്ല. ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്നതിൽ ഏറ്റവും അതിപുരാതനമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോളേജാണ് ജാക്കിർ ഹുസൈൻ കോളേജ്. അതായത് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള കോളേജാണ് ജാക്കിർ ഹുസൈൻ. മലയാളികളായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സാറിൻ്റെ, ഞാൻ പഠിച്ച സ്കൂൾ, ഞാൻ +1 +2 പഠിച്ച സ്കൂളിൽ സാറുടെ മകൾ ഇപ്പം അവിടെയാണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് ഒരുപാട് മലയാളികൾ ഒരുമിച്ച് കൂടുന്ന, എന്താ പറയുക, ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റുന്ന, ഒരു മലയാളി മാർക്കറ്റ് പോലെ കാണാൻ പറ്റുന്ന ഒരു കോളേജാണ് ജാക്കിർ ഹുസൈൻ കോളേജ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട്, ഇതൊക്കെ സൗത്ത് ക്യാമ്പസിലാണ്. പക്ഷേ അവിടെ കുട്ടികൾ പഠിക്കാൻ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് മറ്റൊരു ക്യാമ്പസൊക്കെ പോയി പഠിക്കുമ്പോൾ അവിടെ ഒരുപാട് എന്തുണ്ടാകും, നമുക്ക് ഒരുപാട് ഇഷ്യൂസുകളൊക്കെ ഫേസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ സൗത്ത് ക്യാമ്പസ് കുറച്ചുകൂടി സേഫ് ആയിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർത്ത് ക്യാമ്പസാണ് അക്കാഡമിക്കലി അടിപൊളിയായിട്ട് വരുന്നത്. അപ്പം ക്യാമ്പസുകളുടെ സാധ്യതകൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വിശകലനം ചെയ്യണം. നിങ്ങൾക്ക് അഡ്മിഷനുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കുമായി റിലേറ്റ് ചെയ്ത ഒരു നമ്പർ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. കോളേജസും കാര്യങ്ങളായിട്ടുള്ള അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് ഒന്നും വേണം, നിങ്ങൾ വിക്കിപീഡിയ നോക്കുമ്പോൾ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ് തുടങ്ങിയ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതിന് NIRFൻ്റെ റാങ്കിങ്ങിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ടോപ്പ് ബിസിനസ് സ്കൂളുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഡൽഹിയിലെ ബിസിനസ് സ്കൂളുകളൊക്കെ അതിൻ്റെ അണ്ടറിൽ തന്നെ കാണുന്നുണ്ട്. സോ അവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും അവൈലബിൾ ആണ്. അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. എന്നിട്ട് വൈസ് ആയിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് വെറുതെ എനിക്ക് ഇവിടെ പോകണം അവിടെ പോകണം എന്നുള്ള രീതിയിൽ പോകരുത്. ഭയങ്കരമായിട്ട് പഠനം നടത്തി റിസർച്ച് നടത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല മറ്റു യൂണിവേഴ്സിറ്റികളിലും ഇതേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ കൊടുക്കണം. അഡ്മിഷൻ അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഫീ വരും. ഓരോ കോളേജിലും സെപ്പറേറ്റ് ആയിട്ട് ഫീസും കാര്യങ്ങളും വേണ്ട. പിന്നീട് നിങ്ങൾ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അഡ്മിഷൻ എടുക്കുമ്പോഴാണ് അവിടുത്തെ ഓരോരോ കോളേജിൽ ഡിഫറെൻറ്റ് ഫീസ് ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിക്ക കോളേജുകളിലും എന്തുണ്ടാവില്ല, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്തായിരിക്കില്ല, അവൈലബിൾ ആയിരിക്കില്ല. അവൈലബിൾ ആണെങ്കിൽ തന്നെ നല്ല ഫീസ് ആയിരിക്കും. സോ അതൊക്കെ അഫോർഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾക്ക് മലയാളീസിൻ്റെ ഒരുപാട് ടീംസ് അവിടെ ഉണ്ടാകും. അവരെ വെച്ചിട്ട് ഷെയർ റൂംസും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് ഡൽഹിയിൽ കിട്ടും. ഫുഡും കാര്യങ്ങളൊക്കെ ചീപ്പായിട്ടും കിട്ടും, നല്ല കോസ്റ്റ്ലി കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് അതിനനുസരിച്ച്, അഥവാ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീസിബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് വൈസായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചൂസ് ചെയ്യണം. ഇപ്പോഴും നല്ല മലയാളി കണക്ഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. മലയാളി കളക്ഷൻസ് മാത്രമായി പോയത്, നിങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലെ ഒരു എക്സ്പോഷർ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം. സോ അത് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. See you again.